അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, ഖുർആൻ പഠനം വളരെ എളുപ്പമാണ്. ഷഹാദത്ത് കലിമ നിങ്ങൾ നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ, ഒരാരാധ്യനും തന്നെയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ്, ദൂതനാണ്. ലാ എന്ന വാക്ക്, ലാ ഇല്ല, അല്ല എന്ന അർത്ഥമുള്ള വാക്ക് ഖുർആനിലെ 1732 പ്രാവശ്യം നമുക്ക് കാണാം. ഇലാഹുൻ, ആരാധ്യൻ എന്ന അർത്ഥമുള്ള വാക്ക് ഖുർആനിലെ 118 പ്രാവശ്യം കാണാം. ഇല്ല എന്നാൽ ഒഴികെ എന്നർത്ഥം. ഖുർആനിലെ 666 പ്രാവശ്യം ഈ പദം കാണാം. അള്ളാഹ് എന്ന പദം ഖുർആനിൽ 2699 പ്രാവശ്യം കാണാം. മുഹമ്മദ് എന്ന നാമം ഖുർആനിൽ 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. റസൂൽ, ദൂതൻ എന്ന പദം ഖുർആനിൽ 332 പ്രാവശ്യം കാണാം. ഇത്രയും പദങ്ങളുടെ അർത്ഥം നിങ്ങൾക്കറിയുമെങ്കിൽ ഖുർആനിലെ 2 ജുസ്ഇൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമെന്നർത്ഥം. അതായത് ഖുർആനിലെ 5551 പ്രാവശ്യം ഇത്രയും പദങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇനി ബാക്കി കൂടി പഠിച്ചാൽ ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമായി തീരും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഖുർആനിലെ ഓരോ പേജിലെയും 10 പദങ്ങൾ നിങ്ങൾക്ക് അറിയുന്നവയായിരിക്കും. നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കുക, തീർച്ചയായും ഖുർആൻ പഠനം എളുപ്പമായിരിക്കും. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.